എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു പവർ പ്ലാന്റ് ഏരിയ ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഒരുപാട് കള്ളന്മാരൊക്കെ കടന്നു വന്ന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാണ്. ഉടനെ ടീം 10 അവരവിടേക്ക് വന്ന് നല്ല സ്റ്റൈലായിട്ട് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഷാഡോ പാരലൈസിങ് ജിപ്സു അത് യൂസ് ചെയ്യും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ഉടനെ ബാക്കിയുള്ള ടീംമേറ്റ്സ് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ വില്ലന്മാരെ കെട്ടിയിടുകയാണ്. ചിക്കടയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമാവും. ഞാൻ എന്റെ ഷാഡോ പാരലൈസിങ് ജിപ്സു കുറച്ചുകൂടെ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരുപാട് വിഷമത്തിൽ വീട്ടിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഷിക്കടയാണെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് വരും. അപ്പൊ ടെമര് അവള് കാര്യമായിട്ട് എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷിക്കടയെ കാണുമ്പോ അവള് പറയും, ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണ്. സാൻഡ് വില്ലേജിലുള്ള കുറച്ച് VIPs നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. അവരെ ഹോണർ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലോർഡ് എൻജു ആളിപ്പോ ഷിക്കമറുവിന്റെ അടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ ടെമരിയുടെയും സാൻഡ് വില്ലേജിന്റെയും പേരൊക്കെ പറഞ്ഞ് പരസ്പരം 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടയടി ഫൈറ്റ്. ആളാണെങ്കിൽ ഷിക്കമരുവിന് ഉപദേശിക്കും, നീ ഇനിയെങ്കിലും ഷാഡോ ജിപ്സുവില് ഒരു മാസ്റ്റർ ആവണം. നിനക്കൊരു പൊളിറ്റീഷ്യൻ ആവാനുള്ള എല്ലാ കഴിവുണ്ട്. പക്ഷെ നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒട്ടും ശരിയല്ല. നിന്റെ മകന് നീ ഒരു മാതൃകയാവണമെന്നൊക്കെ പറഞ്ഞ് അവനെ വീണ്ടും വീണ്ടും ഗുണദോഷിക്കും. ഷിക്കമരു തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാനിപ്പോ ഹൊക്കാഗയുടെ അസിസ്റ്റന്റ് ആണ്. അത് മറന്ന് എനിക്ക് സ്വന്തമായിട്ട് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനോ നേടിയെടുക്കാനോ ഇപ്പൊ സാധിക്കില്ല. ലോർഡാണെങ്കിൽ വീണ്ടും വീണ്ടും ക്ലാനിനെ കുറിച്ച് മാത്രമായിരിക്കും ഷിക്കമരുവിന്റെ അടുത്ത് സംസാരിക്കുക. നീ കാരണം നമ്മുടെ ക്ലാനും നിന്റെ മകനും രണ്ടും നശിച്ചില്ലാതാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു തകടി ഷിക്കട അവനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് പേടിച്ചു നിൽക്കുകയാണ്. ആ ലോർഡാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ ഷിക്കട അവൻ ആ ഡോറിന്റെ സൈഡിൽ നിൽക്കുന്ന കണ്ട ആ ലോർഡ് ആളവന്റെ തോളിൽ തട്ടി പറയും, നിന്നില് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നീ ഒരിക്കലും നിന്റെ പപ്പയെ പോലെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ഷിക്കടയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഡയറക്റ്റായി അവന്റെ പപ്പയോട് കാര്യം അന്വേഷിക്കും. ആള് പറയും, നീ അതൊന്നും കാര്യാക്കണ്ട. നീ നിന്റെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും സമയമാവുമ്പോ നിന്നെ തേടിയെത്തും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കട അവൻ ഇപ്പോഴും ഒരുപാട് സാഡായിട്ട് ബൊറൂട്ടോ ആൻഡ് ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. ഷിക്കട പറയും, എന്നെ കൊണ്ട് ആ ഷാഡോ പാരലൈസിങ് ജിപ്സു അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഫോർത്ത് ടൈമാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. അതിന് ഇവാബെ ചോദിക്കും, നിനക്കത് മാത്രമല്ലല്ലോ നിന്റെ അമ്മയുടെ ആ ഒരു വിങ് സ്റ്റൈൽ പവർ അതും നിന്നെ കൊണ്ട് യൂസ് ചെയ്യാൻ കഴിയില്ലേ? അതിന് മെറ്റല്ലി പറയും, അതെ, ഇവൻ നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെന്തിനാ ഈ ഷാഡോ പാരലൈസിങ് ജിപ്സുവിൽ മാത്രം ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നേ? അതിന് ഷിക്കട ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊരിക്കലും അത് ട്രൈ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ഷാഡോ പാരലൈസിങ് ജിപ്സു അതിൽ തന്നെ ഒരു മാസ്റ്ററായിട്ട് മാറണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മോഹി സെൻസായെ കാണിക്കും. സെൻസായി ആണെങ്കിൽ ഷിക്കട ആൻഡ് ടീമിന് ഇപ്പൊ പുതിയൊരു മിഷൻ കൊടുക്കും. നമ്മുടെ ഗ്രാമത്തിലെ പവർ പ്ലാന്റ് അത് കണ്ടു മനസ്സിലാക്കാൻ വരുന്ന കുറച്ചു പേര് അവർക്ക് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനുശേഷം ആ ലോഡ് ആളാണെങ്കിൽ ഷിക്കടെ അടുത്തേക്ക് വിളിക്കും. ആളിപ്പോ വളരെ കാര്യമായിട്ട് അവനെ ഉപദേശിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നീ പൊളിറ്റിക്സിൽ ഇറങ്ങണം. നിന്റെ പപ്പയെ പോലെ നീ ഒരു വേസ്റ്റായി മാറാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് ഒരുപാട് കഴിവുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി അത് നീ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഷിക്കടായി ആണെങ്കിൽ ഈ പാള് പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുവനായിട്ട് ആലോചിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഷിക്കമരുവും ഷിക്കടയും അവർ രണ്ടുപേരും സോഹിക്കയും കളിക്കുകയാണ്. ഉടനെ ഷിക്കട പറയും, ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോവാണ്. ലോർഡ് എൻജു അദ്ദേഹം എന്നെ മീറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ ഒരുപാട് നേരം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണിത്. 2 വർഷം എനിക്ക് പൊളിറ്റിക്സിൽ ഇറങ്ങിയേ മതിയാവും. ടമരി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. പക്ഷെ ഷിക്കമരുവിന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാവില്ല. അതിനുശേഷം ഷിക്കട അവന്റെ തീരുമാനം ഓരോരുത്തരായിട്ട് അറിയിക്കാൻ തുടങ്ങും. ആർക്കും അവന്റെ ആ ഒരു തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല. എല്ലാവരും ഷോക്കായിട്ടായിരിക്കും അത് കേൾക്കുക. ഡെങ്കി ആണെങ്കിൽ ഷിക്കടയോട് സംസാരിച്ച് ആ ഒരു പവർ പ്ലാന്റിലേക്ക് വരും. അവിടെയാണെങ്കിൽ ഓൾറെഡി മുൻപുണ്ടായ ഫൈറ്റില് ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഉടനെ ഡെങ്കി അവനിപ്പോ അവിടെ എന്തൊക്കെയോ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഷിക്കട അവൻ ഡെങ്കിയോട് പറയും, ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോവാണ്. ഡെങ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് ഫ്രീസ് ആവും. പക്ഷെ അപ്പോഴായിരിക്കും അവിടെ ആ ഒരു തകർന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഇലക്ട്രിസിറ്റി പുറത്തേക്ക് ലീക്കാവാൻ തുടങ്ങുക. ഡെങ്കി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അത് റെഡിയാക്കാൻ നോക്കും. പക്ഷെ ആ വിൻമില്ല് അത് റൊട്ടേറ്റ് ചെയ്യില്ല.
അതിന് ഷിക്കട ചോദിക്കും, ആ ഒരു വിൻമില്ല് അത് കറങ്ങുകയാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ആവോ? അതിന് ഡെങ്കി പറയും, അതെ, പക്ഷെ അതെവിടെയോ സ്റ്റക്കായിട്ടാണ് ഉള്ളത്. അത് കണ്ടുപിടിച്ച് റെഡിയാക്കണം, അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് പവർ മുഴുവൻ പുറത്തേക്ക് ലീക്കാവും. ഉടനെ ഷിക്കട അവനിപ്പോ അവന്റെ അമ്മയുടെ വിങ് സ്റ്റൈല് അതങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവൻ ഡെങ്കിയോട് ഇപ്പൊ സ്വിച്ച് ഓൺ ചെയ്യാൻ പറയും. ഡെങ്കി ആണെങ്കിൽ ഡെങ്കി ആ സ്വിച്ച് ഓൺ ചെയ്യും. അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ടായി ആ ലീക്ക് സ്റ്റോപ്പ് ആവും. അപ്പോഴായിരിക്കും ഡെങ്കി അവനൊരു തിരിച്ചറിവുണ്ടാവുക, ഞാനിപ്പോ പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പാടില്ല. ഡെങ്കി പറയും, എനിക്ക് തെറ്റിപ്പോയി, ഞാനിപ്പോ പൊളിറ്റിക്സിൽ ഇറങ്ങില്ല. ഞാനും എന്റെ നിഞ്ച പവറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഷിനോബിയായി മാറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവന്റെ പുതിയ തീരുമാനം അത് ഷിക്കമരുവിനെയും ടമരി അറിയിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഉടനെ ഷിക്കട പറയും, അമ്മയുടെ വിൻസ്റ്റൈൽ പവർ അതുകൂടെ എനിക്ക് പറഞ്ഞു തരണം. അതിനുശേഷം ലോർഡ് എൻജുവിന്റെ അടുത്തും അവൻ ഈ കാര്യങ്ങൾ പറയും. ആൾ ഒരുപാട് ദേഷ്യപ്പെട്ട് ഫുൾ കലിപ്പില് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ടീം 15 ചേർന്ന് ഒരു മിഷന് വേണ്ടി പോവാണ്. അപ്പോഴായിരിക്കും മരത്തിന് മുകളിൽ ഏതോ ഒരുത്തൻ ബൈനോക്കുലറൊക്കെ വെച്ച് ദൂരത്തായിട്ട് ഒരു പെൺകുട്ടിയെ നോക്കുന്നത് കാണുക. അത് കണ്ട ബൊറൂട്ടോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഇപ്പൊ അവന് നേരെ വലിച്ചെറിയും. കത്തി വന്നതും ആ കത്തി വരുന്നത് കണ്ടതും അവൻ പേടിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. അപ്പോഴായിരിക്കും ബൊറൂട്ടോയും മീറ്റ്സുകയും അവന്റെ കയ്യില് ഒരു ചെറിയ കിളിക്കൂടും അതിൽ മുട്ടകളും കാണുക. അവർക്ക് മനസ്സിലാവും അവൻ ആ പെൺകുട്ടിയെ ആയിരുന്നില്ല, മറിച്ച് ആ മുട്ടകളെ അവറ്റകളെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന്. ബൊറൂട്ടോയ്ക്ക് ടെൻഷനായി. ഇപ്പൊ അവനോട് ചോദിക്കും, എന്തെങ്കിലും പറ്റിയോ? ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ആള് സിമ്പിൾ ആയിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ആക്ച്വലി ഈ മുട്ടകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ മരത്തിന് മുകളിലേക്ക് കയറിയെന്ന് പറഞ്ഞ് അയാളിപ്പോ ആ മുട്ടയ്ക്ക് കിസ്സൊക്കെ കൊടുക്കാണ്. എനിക്ക് ഈ മുട്ടകൾ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മുട്ടകളുടെ അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും അവറ്റകൾ രണ്ടും അവിടേക്ക് പറന്നു വരുന്നതായിട്ട് അവർ കാണും. ഉടനെ ആളാണെങ്കിൽ ആ കൂടും മുട്ടകളും അതിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കും. ബൊറൂട്ടോ വീണ്ടും ഒരുപാട് നേരം ആളോട് സംസാരിച്ച് ഇപ്പൊ വാച്ചിലേക്ക് നോക്കും. ഓ മൈ ഗോഡ് മീറ്റ്സുക, നമ്മൾ ഇന്നും ഒരുപാട് ലേറ്റ് ആണ്, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോണം, അല്ലെങ്കിൽ സാറട അവള് ചീത്ത വിളിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും സാറടയുടെ അടുത്തേക്ക് വരികയാണ്. സാറടയ്ക്കാണെങ്കിൽ അവര് ലേറ്റ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് ദേഷ്യം തോന്നും. ഉടനെ കൊനാമാരും ആണെങ്കിൽ ഇപ്പൊ രണ്ട് ടീമിനെയും അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം ആ മിഷൻസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ലേഡി അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പുതിയ മിഷൻ അതിനെക്കുറിച്ച് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഗ്രാമത്തില് ചില പ്രത്യേക പറവകള് ജനങ്ങളെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാണ്. സോ ആ ഒരു ബാഡ് ആയിട്ടുള്ള ബേർഡ്സ് അവറ്റകളെ മുഴുവൻ പിടിക്കുക, അവറ്റകൾ എന്തിനാണ് സാധാരണ ജനങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ മിഷൻ കേൾക്കുമ്പോൾ തന്നെ ഒട്ടും ഇഷ്ടാവില്ല. ഇത്രയും ബോർ മിഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ കൊനാമാരുവാണെങ്കിൽ ഇപ്പൊ എല്ലാവരെയും ബൂസ്റ്റപ്പ് ചെയ്യും. ഈ മിഷനെ കുറിച്ച് ഓർത്ത് ആരും ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതൊരു അടിപൊളി വെറൈറ്റി മിഷനാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബേർഡ്സിനെ കുറിച്ച് അറിയാവുന്ന ഒരാളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരിപ്പോ ആ മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. നമ്മൾ മുൻപ് കണ്ട അതേ പക്ഷി നിരീക്ഷകൻ അദ്ദേഹം തന്നെയായിരിക്കും ഇത്തവണ അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ കൂടെ പോവുക. ഒരുപാട് മുട്ടകളും പക്ഷികളെയൊക്കെ നിരീക്ഷിച്ച് കാടും മേടൊക്കെ കയറി ഇപ്പൊ സമയം രാത്രിയായിരിക്കാണ്. അപ്പോഴായിരിക്കും ദൂരത്തുനിന്നായിട്ട് ആ ഒരു പക്ഷിയുടെ ശബ്ദം അവർ കേൾക്കുക. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയെത്തും. അപ്പൊ അവർ കാണും ആ ഒരു മോൺസ്റ്റർ ബേർഡ്സ് അവരാണെങ്കിൽ അവറ്റകളാണെങ്കിൽ ഇപ്പൊ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ അറഞ്ചം പൊറഞ്ചം കൊത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ആൾക്കാര് പിന്നെ ഒന്നും നോക്കില്ല, അവിടേക്ക് ചാടി വീണ് ആ പറവകളെ അറഞ്ചം പൊറഞ്ചം തല്ലി തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം ആ ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ ഒരു ജയന്റ് മാൻ അവൻ അവിടേക്ക് വരികയാണ്. അവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവനാണ് ഈ ബേർഡ്സിനെ എല്ലാം ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യുന്നത്. ഒന്നും നോക്കില്ല, രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അടിയിടി ഫൈറ്റ്. ആ മോൺസ്റ്റർ ആനിമൽ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഉടനെ ആ ന്യൂ ആനിമല് അതങ്ങനെ ചാടി വന്ന് ആ മോൺസ്റ്റർ ആനിമലിനെ അതിന് വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടും. അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ ഒരു വയസ്സായ ഗ്രാൻഡ് പാ ആള് പറയും, ഈ ഒരു ബേർഡ്സ് ഇവറ്റകൾ കാരണം ഞങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല. ഇവറ്റകൾ ഞങ്ങൾ ആക്രമിക്കുക മാത്രമല്ല എന്തോ ഒരു രോഗം ഞങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ബേർഡ്സ് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്, പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവറ്റകളിൽ അക്രമാസക്തമായ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ആ ഒരു റിവർ സൈഡ് ആ ഒരു ഭാഗത്തു നിന്നാണ് ഇവറ്റകളെല്ലാം ഇവിടേക്ക് പറന്നു വരുന്നത്. അത് കേട്ട ബേർഡ്സിനെ റിസർച്ച് ചെയ്യുന്ന ആള് പറയും, എനിക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്യണം.
തൽക്കാലം നിങ്ങൾ ആരും ആ ഒരു ലേക്കിന്റെ സൈഡ് അവിടേക്ക് പോകാൻ പാടില്ല. എനിക്ക് ആ ലേക്കിന്റെ സൈഡും ആ ബേർഡ്സ് ഉള്ള മൗണ്ടെയിൻ പാർട്ടും അവിടെ മുഴുവനും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പോഴായിരിക്കും നാമിഡ റിവറിന്റെ അടുത്ത് മയങ്ങിക്കിടന്ന ജോഗോയെ എടുത്തോണ്ട് അവിടേക്ക് വരിക. ചാറടയ്ക്കും മീച്ചയ്ക്കും ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ജൂഗോ ആണെന്ന്. ഇദ്ദേഹം ഒറോച്ചിമാറുവിന്റെ ലാബിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ആണ്. ഇദ്ദേഹം എങ്ങനെ ഇവിടെ എത്തി? അല്പസമയം കഴിയുമ്പോ ഇപ്പൊ ജൂഗോ കണ്ണു തുറക്കും. ബൊറൂട്ടോ ചോദിക്കും, ജൂഗോ നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങൾ എങ്ങനെ ഈ കാട്ടിലേക്ക് വന്നു? പക്ഷെ ജൂഗോ ആണെങ്കിൽ ഒന്നും മിണ്ടില്ല. അതേസമയം ആ ബേർഡ്സിൽ നിന്ന് കേഴ്സ്മാർ പവർ കിട്ടിയ ഒരുപാട് പേര്, അവരെ ഓരോരുത്തരായിട്ട് കൊനാമാരും ആ ബേർഡ്സിനെ ഇൻസ്പെക്ട് ചെയ്യുന്ന ആളും അവർ രണ്ടുപേരും ചെക്ക് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് ഒരു കേഴ്സ്മാർ പവർ ഉള്ളവൻ ആ ബേർഡ്സിനെ ഇൻസ്പെക്ട് ചെയ്യുന്ന ആളെ പുറത്തേക്ക് ഓടിച്ചു കൊണ്ടുവരും. അത് കണ്ട ജൂഗോ ആണെങ്കിൽ ആ കേഴ്സ്മാർ പവർ ഉള്ളവനെ അവനെ പിടിച്ചു വലിച്ച് താഴെ ലോക്ക് ചെയ്യും. താഴേക്ക് തള്ളിയിട്ട് ലോക്ക് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന കേഴ്സ്മാർ പവർ അത് ജൂഗോയുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി അവനിപ്പോ കാട്ടിലേക്ക് ഓടും. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ആ കാട്ടിലേക്ക് വന്ന് ആ കാട് മുഴുവൻ കയറി ഇറങ്ങി ജൂഗോയെ അന്വേഷിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോയും സാറഡയും അവർ ദൂരത്തായിട്ട് ഒരു ഗുഹ കണ്ടുപിടിക്കും. സാറഡയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ആ ഗുഹയുടെ അകത്തേക്ക് വരും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ ജൂഗോ, ആക്ച്വലി അവനാണ് ആ ഒരു മോൺസ്റ്റർ ആനിമൽ. ആ ഒരു മോൺസ്റ്റർ അവൻ പതിയെ പതിയെ ആ മോൺസ്റ്റർ രൂപത്തേക്ക് ഇപ്പൊ ട്രാൻസ്ഫർ ആവുകയാണ്. ജൂഗോ മുഴുവനായിട്ടും ആ ഒരു മോൺസ്റ്ററായി മാറി സാറഡയ്ക്കും ബൊറൂട്ടോയ്ക്കും നേരെ അങ്ങനെ തിരിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.